CM-നെയും DGP-യെയും കാണാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയായിക്കൊള്ളാം. ആൻസിയെ പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് CM-നെ പോലുള്ളവരെ കാണുക സുസാധ്യമോ? ഫണ്ടിറക്കുന്ന ഞാനാണെങ്കിൽ അതിൽ എന്റെ ഇഷ്യൂ എന്റെ എയും വർക്കൗട്ട് ചെയ്യേണ്ടി വരും. ഒരാൾക്കും വിശ്വാസമില്ല, പേരുദോഷമാവും പോലും. ആൻസിക്കെതിരെ FB പോസ്റ്റ് ചെയ്യാൻ അനന്തൻ തയ്യാറാകുമോ? തോന്നിയ അക്ഷരങ്ങൾ, ഒരു KK രാജീവ് പരമ്പര. നമസ്കാരം, എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. റെഡി? ശരത് സർ. യെസ്. നമ്മൾ ഗ്രീൻ സോറി, ഞാനിത് മാറ്റിയിട്ടില്ല. ഈ ഗ്രീൻ വ്യത്യാസമുണ്ട്. ഇതൊരു വല്ലാത്ത ഗ്രീൻ, കുശുംബന്മാർ ഇവിടെ പിടിച്ചിരിക്കുന്നത് എന്നെ വേണം. നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു ഗ്രീനാണ്. പിന്നെ അതുമല്ല, നല്ല ഗ്രീൻ, പച്ച മനുഷ്യനായിട്ടിരിക്കുകയാണ്. രസമാണ് നമ്മളെ രണ്ടിനെ കാണാൻ. പരസ്പരം നോക്കിയിട്ട് ആഗ്രഹം തരുന്നില്ല. എന്റെ മീന് കൊടുക്കാനുള്ള അല്ല. ഓക്കെ, അപ്പൊ എന്തായാലും എപ്പിസോഡിലേക്ക് പോവാം. ഫസ്റ്റ് സലീൽദ റൗണ്ടിൽ പാടാൻ വരുന്നു ശ്രീഹരി. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ശ്രീഹരി. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ 1975 പുറത്തിറങ്ങിയ നീലപ്പൊന്മാൻ എന്ന ചിത്രത്തിലെ ടൈറ്റിൽ ഗാനമാണിത്. വയലാറിന്റെ വരികൾക്ക് സലീൽദ സംഗീതം പകർന്ന് നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടിയ ഈ മധുര ഗാനമാണ് ഞാൻ ഇന്ന് സലീൽദ റൗണ്ടിൽ പാടാൻ പോകുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവണേ. ശ്രീഹരി, എന്തോ ഈ ഷെഡ്യൂളിലെ നിന്റെ ലാസ്റ്റ് പെർഫോമൻസ് അല്ലേ? ഓ, കഴിഞ്ഞിരിക്കണു. എങ്ങനെ ഉണ്ടായടാ? ഇത് ഇപ്രാവശ്യത്തെ ഏറ്റവും തിരിയോടി കൂടുതൽ നന്നായി തോന്നിയ ഒരു പാട്ട്. ബാക്കിയൊക്കെയോ? ബാക്കിയൊക്കെ എന്നാലും അങ്ങനെ പൊട്ടാനല്ല, എന്നാലും കുഴപ്പമില്ല. ചേട്ടാ ശ്രീഹരി നന്നായിട്ട് പാടി. താങ്ക് യു സാർ. ഒരുപക്ഷെ ഈ ഷെഡ്യൂളിലെ ശ്രീഹരിയുടെ ബെസ്റ്റ് പെർഫോമൻസ് ഇതായിരുന്നു. ബ്യൂട്ടിഫുൾ സോങ് മോനെ, എന്തൊരു സോങ്ങാ, എന്ത് രസമായിട്ട് ആ ഒരു ബീജിന്ന് ആ ഒരു നമ്മളറിയാതെ ആ സ്റ്റാൻസിലേക്ക് കയറുകയാണ്, സെക്കൻഡ് വേഴ്സിലേക്ക്. ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ലിറിക്സ് വയലാർ രാമവർമ്മ സാർ, പിന്നെ മ്യൂസിക് സലീൽ ചൗധരി സാർ, സിനിമ പാടിയത് KJ യേശുദാസ് സാറ്, സിനിമ നീലപ്പൊന്മാൻ, വർഷം 1975. നീ ആദ്യമായിട്ടാണ് എല്ലാം വൃത്തിക്ക് പറയുന്നത്, കൃത്യമായിട്ട്. അപ്പൊ മോനെ, ഞാൻ ആക്ച്വലി ഒന്നും എഴുതിയിട്ടില്ല, ഇവിടെ ഒരാളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാ നമ്മളെല്ലാവരും റെപ്രസെന്റ് ചെയ്തത്. അതെ, പണി വരുന്നുണ്ടാവാ. അതെ, എനിക്ക് ആ നല്ല ഫീല് കിട്ടി. ആ പാട്ടിനൊരു സോളുണ്ട്. മോൻ നല്ല ക്ലീൻ ആയിട്ട് പാടിയെന്നാ എൻ്റെ വിശ്വാസം കേട്ടോ. മൊത്തത്തിൽ നല്ല രസമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തു. കാരണം ഇതൊരു ചൗധരി സാറിന്റെ ഈ റൗണ്ടിൽ നമ്മളെല്ലാവരും കേൾക്കുകയാണ് ഓരോ പാട്ടുകളായിട്ട്. ഭയങ്കര ഒരു ഫ്ലോ ആണ് അദ്ദേഹത്തിന്റെ, ഒക്ടേവ്സ് പോകുന്നതും താഴോട്ട് വരുന്നതൊക്കെ. ആ ഫസ്റ്റ് ലൈൻ ഒന്ന് പാടാവോ? കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാറ്റിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. വെരി ഗുഡ്. ഓന് ചേർന്ന പാട്ടാ കേട്ടോ. ആരെ സെലക്ട് ചെയ്ത്? ഇവിടുന്ന് കിട്ടി. കൊള്ളായിരുന്നടാ, നന്നായിട്ട് പാടി കേട്ടോ. വെരി ഗുഡ്. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ, ഇപ്പൊ എന്തെങ്കിലും ചക്കരെ ഉഗ്രം പാട്ട്, അസാധ്യ പാട്ടിടം, ഒരു നിവൃത്തിയില്ലാത്തൊരു കോമ്പസിഷൻ. കാര്യം ഇത് അദ്ദേഹം ചെയ്ത എല്ലാം ഇങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് പോവുക, ഇതെങ്ങനെ ഈ ചരണം എന്തിനാ അങ്ങനെ തുടങ്ങിയത്? വേറെ നമുക്കൊക്കെ സാധാരണ പോസിബിലിറ്റീസാണ് തോന്നുന്നത്. ഇത് അദ്ദേഹത്തിന് ഇതൊന്നുമല്ല, വേറെ എന്താണ്ടാ തോന്നുന്നത് മനസ്സിൽ. അത് നോക്ക്, എന്ത് രസമാണ് അവിടുന്ന് തുടങ്ങിയത്. ഒട്ടും പ്രതീക്ഷിക്കത്തില്ല അവിടുന്ന് ആ തുടങ്ങുമെന്ന്. ബ്യൂട്ടിഫുൾ. അതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സൽദയെക്കുറിച്ച്. മോനെ, എനിക്കുള്ളത് ഈ കാട് കറുത്ത കാട്, മനുഷ്യൻ ആദ്യം പിറന്ന വീട്, അത് കൃത്യമായിട്ടൊന്ന് പാടാമോ? കൊടും കാറ്റിൽ ഇല്ല മോനെ, അതല്ല. മനുഷ്യൻ ആദ്യം പിറന്ന വീട്,
അതിന് തൊട്ട് മുന്നത്തല്ലേ മനുഷ്യനാദ്യം പിറന്ന ആദ്യം പിറന്ന മനുഷ്യനാദ്യം പിറന്ന അത് തന്നെ മോനെ, അത് തന്നെടാ. അതൊന്നുകൂടെ തെളിച്ച് പാടിയാ മതി. മനുഷ്യനാദ്യം പിറന്ന വീട്. വെരി ഗുഡ്. അതുപോലെ തന്നെ പൊന്മാനിരുന്ന കൂട്. പൊന്മാനിരുന്ന കൂട്. വെരി ഗുഡ്. ഇപ്പോഴാണ് പൊന്മാൻ കറക്റ്റ് ആയിട്ട് ഇരുന്നത്. ഈ കൊടുങ്കാറ്റിൽ അന്ന് പാടാമോ? കൊടുങ്കാറ്റിൽ കൊടുങ്കാറ്റിൽ അത് അങ്ങനെ സോഫ്റ്റ് ആയിട്ട് അങ്ങനെ പാടണ്ട കേട്ടോ, അത്ര അടിച്ച് പാടണ്ട. കൊടുങ്കാറ്റിൽ ചിറകു വീശി ആ ആക്സന്റ് വേണ്ട. വീശി സോഫ്റ്റ്. അതുപോലെ മോനെ, എന്നും ത്രിസന്ധ്യ ഇന്നും ത്രിസന്ധ്യ. അത് എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. അങ്ങനെ അത് വടി പോലെ പാടാതെ മോനെ. എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. നമ്മൾ പാടുന്ന അതിന് മേളിൽ കൂടെ നീ കയറി പാടി എനിക്കും തെറ്റ്. എന്നെ നിന്നെ പിടിക്കാൻ പറ്റുള്ളൂ. ഇത് പുള്ളി സ്ട്രഗിൾ ചെയ്യാണ് നിന്നെ പിടിക്കാൻ. നീ ഞാൻ പാടുന്നതിന്റെ അതിന്റെ മേളിൽ കൂടെ കയറി പാടാ. എന്താണ് പറയുന്നതെന്ന് കേൾക്കുന്നില്ല. മക്കളെ പാടിക്കപ്പോ. അതൊക്കെ ആർട്ടിഫിഷ്യൽ ആവാതെ മോനെ. എന്നും പ്രഭാതം. അത് അത്ര വലിയ ക്ലൈഡ് വേണ്ട, എന്നാലും അതിനൊരു സുഖം വരട്ടെ. എന്നും അങ്ങനെ ആക്കല്ലേ. അത് അത്രേ ഉള്ളൂ. അതുപോലെ മോനെ ഒന്നും കൂടെ പാടി ശരിയാക്കാമോ? ഓക്കെ മോനെ, ഓക്കെ. പിന്നെ എനിക്ക് ആ യുഗരഥം ഇതുവഴി കടന്നു പോകും. മക്കളെ, യുഗരഥമിതുവഴി കടന്നു പോകും. യുഗരഥമിതുവഴി കടന്നു പോകും. ഇതൊക്കെ എല്ലാവരുടെ മനസ്സിൽ കിടക്കാമോനെ. അപ്പൊ അത് പാടിയില്ലെങ്കിൽ ഞാൻ വിചാരിച്ചു, പക്ഷെ വന്നില്ല. എന്ത് അടുത്ത ഓട്ടവും വന്നില്ലടാ. അടുത്ത ഓട്ടം അത് മക്കളെ അതിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് എന്തോ കമ്പോസ് ചെയ്ത് ഇംപ്രവൈസ് ചെയ്ത്. എവിടെയാ ഈ സാധനം വരുന്നപ്പോ അത് വിചാരിച്ചു, വന്നില്ല. അപ്പൊ മോനെ, ഇതൊക്കെയാണ് നീ അത് ഇച്ചിരി മനസമാധാനത്തോടെ ഇരുന്ന് ഇതൊക്കെ ഈസി ആയിട്ട് പാടാൻ പറ്റും. ഈ പറയുന്നത് ഒന്ന് കേൾക്കാനുള്ള ഒരു മനസ്സ് പോലും ഇല്ല നിനക്ക്. അങ്ങ് തകർത്തേക്ക കയറിയിരുന്ന് നീ നമ്മളെന്തോ പറയുന്നത് കേട്ടാലേ നിനക്കത് തിരിച്ചെനിക്ക് പാടിത്തരാൻ പറ്റൂ. എടാ, വീട്ടിലും ഇങ്ങനെയാണ്, അമ്മ പറയണൊന്നും കേൾക്കൂല. നീ കേൾക്കുക ചെയ്യും വല്ലപ്പോഴും. അല്ലല്ല. അപ്പൊ മോനെ, അതാണ് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്നാ നമ്മൾ ആ ചരണം, അനുപല്ലവിയുടെ ചരണത്തിന്റെ എൻഡ് തെറ്റിച്ചത് 2 അടിയുടെ കുറവാണ്. അതൊരിക്കലും നീ മറക്കാൻ പാടില്ലാത്ത ഫ്രേസാണ്. പിന്നെ സലിതയുടെ പാട്ടല്ല, അതിനൊരു സുഖമുണ്ട് മൊത്തത്തിൽ. അപ്പം അത് അത് കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാമായിരുന്നു. കാര്യം നീ നല്ല പാട്ടുകാരനാണ്, അതിലൊരു സംശയമില്ല. ഇച്ചിരി ഉഴപ്പുള്ളൊരു പാട്ടുകാരൻ, നല്ല പാട്ടുകാരനൊക്കെയാണ്. അതിന്റെ ഇരട്ടി ഉഴപ്പുണ്ട് നിനക്ക്, പറഞ്ഞേക്കാം. ശരിയാ, ഇച്ചിരി കൂടുതൽ ഉഴപ്പുണ്ട് പാട്ടിനെക്കാളും. അപ്പൊ അത് മോനൊന്ന് നോക്കിക്കൊള്ളു കേട്ടോ. പിന്നെ കാര്യം നമ്മൾ ഇനിയിപ്പോ ഫിനാലെ ആയടാ, ഇനി അധികം സമയമൊന്നുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് അതെല്ലാം. കുറച്ച് ഡേയ്സ് മാത്രം. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങൾ ഫിനാലയുടെ സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കുന്നു, എന്ത് രസമായിരിക്കും. ഓഡിയൻസ് ഒക്കെ ഉണ്ട്, നിങ്ങൾ എല്ലാവരും ടെൻഷൻ അടിച്ച് അടുത്ത ഞാനാണ് കയറാൻ പോകുന്നത്, എന്റെ ലാസ്റ്റ് ചാൻസ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഹരി പറഞ്ഞൊരു വലിയൊരു കാര്യം ഇതാണ്, ഫിനാലയുടെ ആംബിയൻസ് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ഉണ്ടാവുക. ഫിനാലയുടെ ആംബിയൻസ് മുഴുവൻ മാറും. ഇവിടെ മാക്സിമം നിങ്ങളുടെ ടെൻഷൻ ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ സതീഷ് ഭായി ചെയ്തിട്ടുണ്ടാവും. വലിയ സിംഗേഴ്സ് വലിയ സിംഗേഴ്സ് ഉണ്ടാവും, നമ്മള് ഇൻഡസ്ട്രിയിൽ അറിയപ്പെടുന്ന ആളുകളുണ്ടാവും, ഇവരെല്ലാവരും ഉണ്ടാവും, ഓഡിയൻസ് ഉണ്ടാവും. പിന്നെ ഇവിടെയൊക്കെ ചിലപ്പം ടേബിൾസ് ആയിരിക്കും ഉണ്ടാവുക, ടേബിൾസും ചെയർസും അങ്ങനെ ഉള്ള ഒരു വേറെ സെറ്റപ്പ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. അപ്പൊ
നിങ്ങൾ ഇവിടുന്ന് ഇത്രയും നാൾ പാടിയതിന്റെ ഒരു എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റിലായിരിക്കും നിങ്ങൾ ഗ്രാൻഡ് ഫിനാലേക്ക് നിങ്ങൾ പെർഫോം ചെയ്യാൻ പോണേ. ഓക്കെ ഷാനിക്ക. എനിക്ക് ഇപ്പൊ ഈ ഞാൻ വരയിട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് കാട്, കറുത്ത കാട്, അതുപോലെ കൊടുങ്കാറ്റിൽ ഇതിന്റെ ഒക്കെ പുറകിൽ വരുന്ന പ്ലാൻസ് ഉണ്ടല്ലോ, അതിനൊരു എക്സ്ട്രാ പുഷ് ഉണ്ട്. അതൊരു പ്ലാൻ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ല, അതിപ്പം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ തളർന്ന പൊന്മാൻ ഇരുന്ന വീട്, അതിപ്പോ ശരത്തേട്ടൻ പാടിച്ചു, അത് ഓക്കെ. പിന്നെ ഞാൻ എഴുതിയത് യുഗരഥം ഇതുവഴി കടന്നു പോകും, ആ പ്ലാനും പിന്നെ അതായിരുന്നു എഴുതി വെച്ച്, അത് പാടിപ്പിച്ചു. ഇനി ഒരു കമ്പോസറിന്റെ ഒരു ആംഗിളിൽ നിന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ശ്രീഹരി ഈ കാണിക്കുന്ന ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള ഈ ബിഹേവിയർ എന്ന് പറയുന്നത്, ഒരു കമ്പോസർ ഒരു പാട്ട് പാടാൻ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും മോശം ക്വാളിറ്റി ആയിരിക്കും അത് കേട്ടോ. കാരണം ഒരു കമ്പോസർ അതല്ല ട്യൂൺ, ഇതാണ് ട്യൂൺ എന്ന് പറയുമ്പോൾ അതെ എന്ന് പറയുമ്പോൾ കമ്പോസർ ഓട്ടോമാറ്റിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും. ഇവൻ എന്താണ് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാത്തത് എന്താണ് എന്നുള്ള ഒരു സംഭവം 2-3 കാരണം ഇപ്പോഴത്തെ ആളുകൾക്കൊക്കെ എന്ന് പറയുന്നത് ഒരാളില്ലെങ്കിൽ അടുത്ത ആള്, അതില്ലെങ്കിൽ അടുത്ത ആള്, അതില്ലെങ്കിൽ അടുത്ത ആള്, ഓപ്ഷൻസ് അങ്ങനെ കിടക്കാം. ശ്രീഹരി വന്നു ഒരു 4 തവണ ഒരാൾ ട്രൈ ചെയ്തു, ഇങ്ങനത്തെ ഒരു റെസ്റ്റ്ലെസ് ബിഹേവിയർ കാണിച്ചിട്ട് അയാൾ പോലും സോറി ബ്രോ, അവർ പോലും അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ അവർ എത്തുന്നുണ്ടെങ്കിൽ അവർ പറയും ശ്രീഹരി പൊക്കം, നമുക്ക് വേറൊരു ഒരു ഇതിൽ നോക്കാം എന്ന് പറഞ്ഞിട്ട് ശ്രീഹരി പറഞ്ഞു വിടും. നമുക്ക് ഇതില് ഏറ്റവും കൂടുതൽ വേണ്ടത് പേഷ്യൻസ് ആണ്, അല്ലേ ഹരി? ഉറപ്പായും. അതായത് ശ്രീഹരി ഒരു റെക്കോർഡിങ്ങിന് എത്ര ടൈം, ശ്രീഹരിയുടെ ഒരു ഉദ്ദേശത്തില് എത്ര ടൈം വരെ പോവാം? ഇപ്പൊ ഒരു റെക്കോർഡിങ്ങിന് വിളിക്കുകയാണ് ശ്രീഹരിയെ, ശ്രീഹരിയുടെ ഒരു എക്സ്പെക്ടേഷൻ എങ്ങനെയാണ് ഒരു റെക്കോർഡിങ്, ഒരു സോങ് റെക്കോർഡിങ്? ആദ്യമായിട്ട് അങ്ങനെയല്ല, ഞാൻ ചോദിക്കുന്നത് ഏകദേശം എത്ര സമയം, ടൈം എത്രയായിരിക്കും മനസ്സിൽ? ഫുൾ പാട്ടാ? ഫുൾ പാട്ട് ഒരു 1.5 മണിക്കൂർ. ഒരിക്കലും നടക്കില്ല. 1.5 മണിക്കൂറോ? ഒരിക്കലും പോസിബിൾ അല്ല മോനെ. ഞാൻ 8 മണിക്കൂർ ഒന്ന് റെക്കോർഡിംഗ് ഉണ്ട്, 8 മണിക്കൂർ ഒറ്റ നിപ്പില്. എന്നുവെച്ചാൽ ഞാൻ വലിയ കാര്യമായിട്ട് പറയല്ല, എന്നെക്കാളൊക്കെ എത്രയോ മണിക്കൂറുകൾ നിന്ന് പാടിയ സിംഗേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതെപ്പോഴാണ് അതിന്റെ ടൈം ഫിക്സ് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടറും ഒക്കെയാണ്. നമ്മൾ അവിടെ ക്ഷമയോടെ നിന്ന് അവർക്ക് വേണ്ടതും നമ്മളും സാറ്റിസ്ഫൈഡ് ആവണം, അവിടെ വരുന്നവർ സാറ്റിസ്ഫൈഡ് ആവണം, അൾട്ടിമേറ്റ്ലി ഈ പാട്ട് റീച്ച് ആവണം. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് പാടേണ്ടത്. അപ്പം നമുക്കൊരിക്കലും സമയം നിശ്ചയിക്കാൻ പറ്റില്ല. 1.5 മണിക്കൂറൊന്നും ഇപ്പൊ പോസിബിൾ അല്ലടാ. അതെ, ആ 1.5 മണിക്കൂർ ആദ്യം സംസാരിക്കുന്ന ഒരു സമയമായിരിക്കും. വന്നിട്ട് എല്ലാവരുമായിട്ടൊന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന സമയമാണ് ഈ 1.5 മണിക്കൂർ. 1.5 മണിക്കൂർ കൊണ്ടൊക്കെ ഒരു റെക്കോർഡിംഗ് തീരുന്നുണ്ടെങ്കിൽ അതൊരു ഹിസ്റ്റോറിക് റെക്കോർഡിംഗ് ആയിരിക്കും മക്കളെ. അത് മാത്രമല്ല, ഇത്രയും പാറു ഇത്രയും മണിക്കൂർ ചിലപ്പോ നിർത്തി വലച്ച് പാട്ടെടുത്ത് കഷ്ടപ്പെടുത്തി പാട്ടെടുത്തിട്ട് അവസാനം ആകുമ്പോ ആളിനെ മാറ്റി മാറ്റും. ഒന്നും പറയാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം അഴലിന്റെ ആഴങ്ങളിൽ എന്ന് പറഞ്ഞ പാട്ട്, അത് ഔസേപ്പ് ബച്ചൻ സാറ് പാട്ട് മാത്രം എടുത്തത് 1 ഫുൾ ഡേ, ഒരു ദിവസം എടുത്ത് നിഖിലിന് പാടാൻ. ഒരു ദിവസം മുഴുവൻ എടുത്തു ആ പാട്ട് മാത്രം പാടാൻ. ആ ഫസ്റ്റുള്ള ഹമ്മിങ്ങിന് മാത്രം 2ാമത്തെ ദിവസം ഫുൾ അറൌണ്ട് 15 to 18 hours എടുത്തെന്നാണ് നിഖില് പറഞ്ഞത്. നിഖില് പറഞ്ഞ് ചത്തന്ന്. പിന്നെ അവൻ സ്വന്തമായിട്ട് തന്നെ മൂക്കി പഞ്ഞി വെച്ചാലോ എന്ന് ആലോചിച്ച് അണ്ണാച്ച അങ്ങനെ ഒരു കാര്യം. ഓരോരുത്തർ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ സാറൊക്കെ വിളിക്കുമ്പം മിണ്ടാറില്ല. ഞാനൊക്കെ 7 മണിക്കൂർ ഒന്ന് പാടിയിട്ടുണ്ട്. ഔസേപ്പ് ബച്ചൻ സാറിന്റെ അടുത്ത് പോയിട്ട് എന്റെ അടുത്ത് 1.5 മണിക്കൂറേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അതുകൊണ്ട് ആ സ്വഭാവം തുടച്ചു മാറ്റാം. മാറ്റണം മോനെ, അതുകൊണ്ട് കേട്ടോ ഇമ്പ്രൂവ് ചെയ്യാനാ പറയണം കേട്ടോ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, നിങ്ങളോട് പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമുക്ക് നിങ്ങളോട് പ്രത്യേകിച്ച് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പോഴത്തെ കറന്റ് സിനാറിയോ എന്താണെന്നുള്ളത് നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവരോട് ചോദിച്ചാൽ മതി, ഏതെങ്കിലും റെക്കോർഡിങ് ഈ പറയുന്ന പോലെ 1 മണിക്കൂർ കൊണ്ടൊക്കെ തീർന്നിട്ടുണ്ടോ? നമ്മൾ എത്ര തവണ ട്രൈ ചെയ്യും, ഒരു പാറ്റേൺ ട്രൈ ചെയ്യും, അല്ലെങ്കിൽ പിന്നെ വേറൊരു പാറ്റേൺ ട്രൈ ചെയ്യും, അങ്ങനെ സിംഗേഴ്സിന് നമ്മൾ പോയാൽ മതി. ഇവർക്ക് ഇൻസ്ട്രുമെന്റ്സ് എടുക്കണം, അതിന് ടോൺ നോക്കണം, അതെല്ലാം ക്യാരി ചെയ്യണം. എന്തുമാത്രം എഫേർട്ട് ഉണ്ട് അതിന്. ഇതൊരു പ്രോസസ്സാണ്, അത്രേ ഉള്ളൂ. എനിക്ക് ആ ഒരു സൈഡ് കൂടെ ഒന്ന് പറയണമെന്ന് തോന്നി ശ്രീഹരിയോട്. ഇത് സ്നേഹം കൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സമയം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലേ? അത്രേ ഉള്ളൂടാ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. എല്ലാം മനസ്സിലായില്ലേ? മനസ്സിലായി. ഇനി എന്താ മാർക്ക്? ഹരിച്ചേട്ടാ. ശ്രീഹരി എന്തോ 8.6. താങ്ക് യു സാർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ മക്കളെ 8.3. താങ്ക് യു സാർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക
സോ ടോട്ടൽ 16.9. അടുത്തതായി ഫിൽമി കവിത റൗണ്ടിൽ പാടാൻ വരുന്നു നമ്മുടെ തീർത്ഥക്കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം തീർത്ഥ. തീർത്ഥ, എന്തെറ്റി? ഫുള്ള് ബ്ലാങ്ക് ആയി പോയി. 2 സ്ഥലത്തും പ്രാക്ടീസ് ചെയ്തില്ലേ നന്നായിട്ട്? റിഹേഴ്സൽ ചെയ്യുമ്പോ ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷെ ആ കേറണേന് മുന്നേ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെയാണല്ലോ ഇരുന്നത്. പിന്നെ എന്താ ബ്ലാങ്ക് ആയി പോയ? പെട്ടെന്ന് മറന്നുപോയവര്? പെട്ടെന്ന് ഫുള്ള് പോയി. ഓക്കെ, സാരില്ല, ചോദിക്കാം. ശരത് സാർ, നല്ല സുന്ദരം പാട്ട്, ബ്യൂട്ടിഫുൾ. അത് ONV സാറിന്റെ കവിത പറയേണ്ട കാര്യമില്ല. മക്കൾ പറയും ഇതിന്റെ സംഗീതം ആരാണ്, അതൊക്കെ പറയൂ. സംഗീതം ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചോദിച്ചത്. എന്നാ വേണ്ട, സിനിമ പറ മക്കളെ. സിനിമ സ്വപ്നം. പിന്നെ സ്വപ്നമല്ലല്ലോ മോളെ, സ്വപ്നമല്ല പാടിയത് ജാനകിയമ്മ. സംഗീതം കമോൺ ചക്കരെ. അവിടുന്ന് കൈയോട്ടും കാലോട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ആരാ കാണിക്കുന്നത്? ആ കാണിക്കുന്നവർ ഇപ്പൊ ഇറക്കി വിടണം. മക്കളെ പറയൂ. MB ശ്രീനിവാസൻ ആ, സാർ. അതൊക്കെ ഇങ്ങനെ മറക്കുന്ന ഈ പ്രായത്തില്. അതല്ല, ഇനീഷ്യൽ കിട്ടിയില്ല. അതാ ഇനിഷ്യലോ? ശ്രീനിവാസൻ സാറാന്നറിയാം, പക്ഷെ ഇനീഷ്യൽ കിട്ടിയില്ല. അല്ല, വെറും ശ്രീനിവാസൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണ്ണാച്ചിയാന്ന് വിചാരിക്കും. അത് വേണ്ട. MB ശ്രീനിവാസൻ സാർ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാം മോളെ? പണ്ടുള്ള, ഇപ്പൊ ഇവരൊക്കെ ഇരുന്ന് വായിക്കുന്നില്ല, ഈ മ്യൂസിഷ്യൻസ് പണ്ടുള്ള പാട്ടുകൾക്ക് വായിച്ചിട്ട് അങ്ങ് പൊക്കോണം. അവർക്ക് പൈസ ഇല്ല, കിട്ടിയാ കിട്ടി. അങ്ങനെ തന്നെ പൈസ കിട്ടാതെ എത്രയോ മ്യൂസിഷ്യൻസ് ചത്തുപോയി. പൈസ കിട്ടാതെ അവർ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുമ്പോൾ 4 പാട്ട് വായിച്ചാൽ ആരപ്പാട്ടിൻ്റെ പൈസ ഇതേ ഉള്ളൂ. അങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു പണ്ട്. അത് മാറ്റി സ്പോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ് വായിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പൈസ എന്ന് പറഞ്ഞൊരു സിസ്റ്റം കൊണ്ടുവന്നത് MB ശ്രീനിവാസൻ സാറാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ മ്യൂസിഷ്യൻസ് സാറിനെ ഒരിക്കലും നമ്മുടെ നെഞ്ചത്തിരുത്തിയേക്കുക. അതുപോലെ നല്ല ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ കുറേ സന്തോഷം സാറിൻ്റെ പാട്ടെടുത്തുകൊണ്ട് വന്ന് പാടിയാലും. പിന്നെ ONV സാറ് അദ്ദേഹത്തിനെ പറ്റിയൊന്നും പറയാൻ വാക്കുകളില്ല മോളെ. അങ്ങനെ ഒരാളുടെ കൂടെ എനിക്കും വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ കുറേ സന്തോഷം എനിക്ക്. പിന്നെ മക്കളെ, മറന്നു. അത് എന്ത് പറ്റി കുഞ്ഞിന്? അത് ഫുള്ള് ബ്ലാങ്ക് ആയി പോയി. അച്ചോടാ, ശരി. അല്ല മക്കൾ, എന്താണ് മക്കൾക്ക് വേറെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ മനസ്സിൽ? എന്തെങ്കിലും പ്രശ്നങ്ങൾ മനസ്സിൽ മക്കളെ ബോധർ ചെയ്യുന്നുണ്ടോ? ഇല്ല, റിഹേഴ്സൽ പാടിയപ്പോ പാടിയതായിരുന്നു, പക്ഷെ ഇവിടെ വന്നപ്പോ ഫുള്ള്. ഇല്ല, അതെന്താണ് ഈ പ്രായത്തിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളും നമ്മുടെ തലയെ ചൂടുന്ന് തിന്നേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കഴിക്കുക, പോയി കിടന്ന് ഉറങ്ങുക, അമ്മയുടെ അച്ഛൻ്റെയും കൂടിരിക്കുക, കളിക്കുക, ഇതൊക്കെയല്ലേ ഉള്ളൂ. നമുക്ക് വേറെ എന്താണ് ഇതിൻ്റെ അപ്പുറത്തോട് ചിന്തിക്കാനുള്ളത്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തല നല്ല ഫ്രഷ് അല്ലേ മോളെ? ഒരു ലിറിക്ക് പഠിച്ചാൽ അതങ്ങ് തലയിരിക്കത്തില്ലേ, നല്ല മണിമണി പോലെ. അത് ഒരു തവണയല്ല മോക്ക്, 2ാമത്തെ വട്ടവും അതങ്ങ് മറന്നുപോയി. അങ്ങനെ സംഭവം. അത് കവിത റൗണ്ടിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് ഇച്ചിരി പൊറുക്കായിരുന്നു. ഇതിപ്പോൾ കവിത എന്ന് പറയുമ്പോൾ അത് കൃത്യമാവണ്ടേ മക്കളെ? പറഞ്ഞോ മോള്, പറഞ്ഞോ. അതറിയില്ല സാർ, അത് ഫുള്ള് ബ്ലാങ്ക് ആയി പോയത്. ചോടാ, അത് മോള് നോക്കണം മോളെ. അത് ഒരു ശരിയല്ല. ഈ സമയത്തൊക്കെ തുള്ളിച്ചാടി നിങ്ങളൊരു ചിത്രശലഭം പോലെ ഇങ്ങനെ പറന്ന് നടക്കണ്ടല്ലേ? ശരി, ഇതൊന്ന് പാടാമോ മോളെ? തിരുമുറ്റത്തൊരു കോണിൽ. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നോലൊത്തുവാൻ മോഹം. മോഹം മോളെ, മോഹം. മോഹം മരമൊന്നോലൊത്തുവാൻ മോഹം. ഗുഡ്. കൊള്ളാം. അത് കുറേയും കൂടെ ഭയങ്കര രാഗ കയറ്റി വെച്ച് പാടിയതുപോലെ മുമ്പ് പാടിയപ്പോൾ. പക്ഷെ ഇപ്പം നന്നായിട്ടുണ്ട്. അടരുന്ന, അതെന്തായിരുന്നു അത്? ഇപ്പോഴും മോളെ ഫ്ലാറ്റ് ആടാ. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം, തിന്നുവാൻ മോഹം. മോളെ കുറച്ചും കൂടെ അക്ഷരസ്ഫുടതടാ. തിന്നുവാൻ മോഹം. തിന്നുവാൻ മോഹം, തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. അതുപോലെ ലാസ്റ്റ് മോളെ, എന്ത് മധുരമെന്ന് ഓതുവാൻ മോഹം. എന്തു
അപ്പോഴും ഫ്ലാറ്റാടാ. ആ ഇന്ദു മധുരമെന്നോതുവാൻ മോഹം അഹം മോഹം. എതിർപ്പാട്ട് വെറുതെ ഇരുന്നൊരു കുയിലിന്റെ പാട്ടു കേട്ടെതിർപ്പാട്ടു പാടുവാൻ മോഹം എതിർപ്പാട്ടു പാടുവാൻ മോഹം. ഓക്കെ ഓക്കെ. മോളെ അടുത്ത മറന്നുപോയ ലൈനൊന്ന് പാടാമോ നമുക്ക്? അപ്പോൾ അനുപല്ലവി ഒന്നുകൂടി പാടാം. എന്തായാലും ഉം. മിസ് ചെയ്തതല്ലേ, അനുപല്ലവി ഒന്ന് മൊത്തത്തിൽ പാടിക്കോ. ഒന്ന് പാടിക്കോ. അടരുന്ന കായ് ആ പാടിക്കോ, രസിക്കാടാ ഞങ്ങള്. ുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്ന് തിന്നുവാൻ മോഹം സുഖമേഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം തൊടിയിലെ കിണർ വെള്ളം കോരിക്കുടിച്ച് എന്തു മധുരമെന്നോതുവാൻ മോഹം. എല്ലാം പാടി. ആ ഇനി അടുത്ത ആ ചരണത്തിൽ നമുക്ക് മറന്നു പോയത് കൊണ്ട് നമുക്കൊന്ന് പാടിയാൽ അതെ. നമ്മുടെ പ്രേക്ഷകരെ കേൾക്കട്ടെ. അതു കേൾക്കേ ഉച്ചത്തിൽ കൂകും കുയിലിന്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. ആഹാ എന്തൊരു വരികളാണ് മോളെ. ഇത് കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചൂടെ, പിന്നെ അപ്പം മറക്കുവോ? ഇപ്പം അത് എല്ലാം കേൾക്കെ connected, ഉച്ചത്തിൽ എല്ലാം connected കണക്ട് വരികളാണ്. എല്ലാം കണക്റ്റഡ് ആണ്. അത് കേൾക്കെ ഉച്ചത്തിൽ കൂവും കുയിലിന്റെ എന്ത് പിന്തുടരാനാ മോഹം? ശ്രുതി ആ ശ്രുതി പിന്തുടരുവാൻ മോഹം. പിന്നെ ഒടുവിൽ പിണങ്ങി ആ. പറന്നു പോം പക്ഷിയോട് ആ. അരുതേ എന്നോതുവാൻ മോഹം. ഇത് കണക്റ്റഡ് അല്ലേ മോഹം? എല്ലാം പക്ഷിയെ പറ്റിയല്ലേ. പക്ഷേ പറ്റിയ അതുപോലെ വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോൾ ഇതാണ് ഏറ്റവും ഒരു വല്ലാത്ത ഒരു വരി. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ആഹാ. പിന്നെ മോൾ അവസാനം വെറുതെ മോഹങ്ങളെന്ന് പാടി, അങ്ങനാണോ അത്? വെറുതെ ഈ മോഹങ്ങളെന്നില്ലേ? അത് ഈ പാടിയില്ലല്ലോ. വെറുതെ മോഹങ്ങൾ ഇന്നറിയും ഈ അതിന്റെ ഇടയിൽ മുങ്ങിപ്പോയതാണ്. ആ എന്നറിയുമ്പോഴും ആ വെറുതെ മോഹങ്ങൾ ഇന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം ആ ഈ ബാക്കി വെറുതെ വെറുതെ മോഹം. ആ ഈ കേട്ടില്ല മോളെ. വെറുതെ മോഹങ്ങൾ എന്ന് തോന്നി. വെറുതെ ഈ മോഹങ്ങൾ, എൻ്റെ ഈ മോഹങ്ങളൊക്കെ വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. ആഹാ. ONV സാറിന് കാലിൽ തൊടുന്ന് ഞങ്ങളെല്ലാവരും. വേറെ ഒന്നുമില്ല നമുക്ക് പറയാൻ. ഈ സാറിൻ്റെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അസാധ്യം. അപ്പം മക്കളെ, വല്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളെ കൊണ്ടുവന്ന് നീ ഇട്ടേക്കുന്നത്. അത് സത്യത്തിൽ വിഷമമുണ്ട് എനിക്ക്, ഉള്ള സത്യം പറയാമല്ലോ. ലവ് യു മുത്ത, ഞങ്ങളൊക്കെ കൂടെ ഉണ്ട് നിന്റെ കേട്ടോ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, തീർത്ഥ സർ എന്തു പറ്റി മോളെ ബ്ലാങ്ക് ആയി പോയത്? അറിയില്ല. 2 വട്ടം ബ്ലാങ്ക് ആയാലും അതും സെയിം സ്പോട്ടില് മൂന്നാമത്തെ വരി. അത് രണ്ടും എനിക്ക് അങ്ങോട്ടും മാറി. എന്നിട്ടും അതും പാടിയില്ലല്ലോ. മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് അത് മാറിപ്പോയി യാതൊരു വഴിയില്ല. കാരണം അതിലൊന്ന് തിന്നുവാൻ മോഹം, ഒടുവിൽ പിണങ്ങി പറന്നു പോകും പക്ഷിയോട്, അതെന്തായാലും മാച്ച് ആവില്ലല്ലോ. അതുകൊണ്ട് മാറിയതിൻ്റെ അല്ല, എവിടെയോ മോളുടെ ഫോക്കസ് പോയിട്ടുണ്ട്. നമ്മൾ ഇത് ആദ്യത്തെ തവണയല്ലല്ലോ നമ്മളിത് പറയണേ. അപ്പം പറയേണ്ടത് നമ്മൾ പറഞ്ഞില്ലെങ്കിൽ മോൾക്ക് ഈ പറയുന്ന പോലത്തെ ഗ്രോത്ത് ഉണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് ഞാൻ ആക്ച്വലി ആ ഒരു പല്ലവിയുടെ എൻഡിൽ ഈ മരമൊന്നുലത്തുവാൻ മോഹം അവിടെ വരയിട്ടിട്ട് അവസാനം ഈ ഒരു വരി പോയതോടുകൂടി പിന്നെ ഞാൻ പിന്നെ ഒന്നും എഴുതിയില്ല, അങ്ങ് ചാരിയിരുന്നു. കാരണം ഫിലിമിലെ കവിതാ റൗണ്ടിൽ ആ കവിതയിലെ ഒരു വരി മറന്നു പോകുന്നുണ്ടെങ്കിൽ പിന്നെ ഈ റൗണ്ടിൽ ഈ
പാട്ട് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിൽ പ്രസക്തിയില്ല അല്ലേ? അതേപോലെ തന്നെ രണ്ടാമത്തെ സ്ഥലത്തും പിന്നെ എതിർപ്പാട്ട് പാടുവാൻ മോഹം, അതും ഞാൻ പിന്നെ അതിൻ്റെ ഇടയിൽ ഒന്ന് എഴുന്നേറ്റിട്ട് ഞാനൊന്ന് വരയിട്ട് വെച്ചു. പിന്നെ മൂന്നാമത്തെ ഒടുവിൽ പിണങ്ങി അതും പോയി. അപ്പം മോളെ ഇത് മോൾ പാടിക്കഴിഞ്ഞിട്ട് ഞാൻ ഇവരോട് ഫസ്റ്റ് പറഞ്ഞ കാര്യം, എനിക്ക് ഇവരുടെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം തോന്നുന്നത്. അതുതന്നെയാണ് ശരത്തേട്ടനും പറഞ്ഞത്, അതുതന്നെയായിരിക്കും ഹരിയും പറയാൻ പോകുന്നത്. വിഷമാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇപ്പം നമ്മൾ തീർത്ഥയുടെ ഒരു ഗ്രാഫ് തുടക്കം തൊട്ട് നോക്കുമ്പോൾ തീർത്ഥ ഹൈ അപ്പായിരുന്നു അല്ലേ? തുടങ്ങുമ്പോൾ ടോപ്പിലായിരുന്നു. പിന്നെ എവിടെയൊക്കെയോ എന്തൊക്കെയൊക്കെയോ പ്രശ്നങ്ങൾ, തീർത്ഥം സ്റ്റേജിൽ കയറുമ്പോൾ നമുക്കറിയാം എന്തോ കുഴപ്പമുണ്ട്, ആ മുഖത്തുണ്ടെന്നുള്ള കാര്യം. എന്നിട്ട് നമ്മൾ വിളിച്ചിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം തീർത്ഥയുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല, നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു സൊല്യൂഷൻ തീർത്ഥ കണ്ടുപിടിച്ചേ പറ്റും മോളെ. കാരണം ഇത് മോളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്. ഇനിയിപ്പം മോൾക്ക് പാട്ട് പാടുന്നത് ഇഷ്ടമാണല്ലോ, അതോ ഇഷ്ടമല്ലേ? ഇഷ്ടമില്ലാതെ വന്ന് പാടുന്നതാണോ? അല്ല, ഇഷ്ടമാണ്, ഇഷ്ടത്തോടെയാണ് വന്ന് പാടുന്നത്. അപ്പം ഇനി വേറെ എന്തെങ്കിലും പ്രഷറോ കാര്യങ്ങളോ ഉണ്ടോ? അതുമില്ല, പ്രഷറോ കാര്യങ്ങളോ ഇല്ല. അപ്പം നമ്മൾ കുറച്ചുകൂടെ നമ്മൾ പാട്ടിൽ നമ്മൾ ഫോക്കസ് ചെയ്യണം മോളെ. കാരണം ഇപ്പം കവിത റിലേറ്റഡ് റൗണ്ടിൽ ആ കവിതയുടെ വരി മറന്നു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ജഡ്ജ് ചെയ്യുന്നതിൽ നമുക്ക് പ്രസക്തിയില്ല അല്ലേ? എനിക്ക് അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ ശരത്തേട്ടൻ പറഞ്ഞു. പിന്നെ എതിർപ്പാട്ട് പാടുമ്പോൾ മോഹം മാത്രമേ ഞാൻ പിന്നെ എഴുതി വെച്ചു. ബാക്കി തേർഡ് ലൈന് ഞാനിങ്ങനെ ഗോൺ എന്ന് എഴുതി വെച്ചു. എവിടെയോ തീർത്ഥയുടെ ഫോക്കസ് നഷ്ടപ്പെടുന്നുണ്ട് എന്ന്. ഇപ്പം നമ്മളിപ്പം ഇപ്പോഴൊന്നുമല്ല, ഞാനിപ്പോൾ കഴിഞ്ഞ ഷെഡ്യൂളൊന്നും ഇല്ലായിരുന്നു, അതിന് മുന്നത്തെ ഷെഡ്യൂളിലും അങ്ങനെയായിരുന്നു, ഇപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോളെ എവിടെയാണ്, എങ്ങോട്ടേക്കാണ് ഇത് പോണേ? അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യണ്ടേ? അപ്പോൾ അത് ഫിക്സ് ചെയ്യണം കേട്ടോ. മോള് അടിപൊളി പാട്ടുകാരിയാണ്, സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, സിനിമയിൽ പാട്ട് പാടിയിട്ടുണ്ട്. ഈ പ്രൊഫൈൽ എന്ന് പറയുന്നത് അത് ചില്ലറ പ്രൊഫൈലൊന്നും അല്ല കേട്ടോ. സിനിമയിൽ പാടാത്ത എത്രയോ പിന്നെ മുതിർന്നവർ, സീനിയേഴ്സ് പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് യു ആർ ഇൻ എ ഗുഡ് പൊസിഷൻ. അത് മനസ്സിലാക്കിയിട്ട് മോള് എന്താണോ പ്രശ്നം, മെൻ്റൽ ബ്ലോക്ക് ആണെങ്കിൽ അത്, വേറെ എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ അത് ഇപ്പം നമ്മളോട് തുറന്ന് പറയേ, പാരൻസിനോട് തുറന്ന് പറയേ, എല്ലാവരോടും തുറന്ന് പറഞ്ഞിട്ട് അത് ജസ്റ്റ് ഗെറ്റ് ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഹെഡ് കേട്ടോ. അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക. ഹരിച്ചേട്ടാ, തീർത്ഥ മേ ബി ഈ ദിവസം തീർത്ഥയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡേ അല്ല, അതൊരു എന്താ പറയുക, മറന്നുപോയി. പക്ഷെ ഈ മറന്നു പോകുന്നതിനോടല്ല ഞങ്ങൾക്ക്, അതിനേക്കാളും അതിൻ്റെ കാരണമാണ്. സംതിങ് ബോദറിങ് യു, ലൈക്ക് ഒന്നുമില്ല, ഓക്കെ, ബട്ട് സംതിങ് ഇസ് ബോദറിങ് യു. അല്ലാതെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരില്ല കേട്ടോ. അപ്പം എന്ത് തന്നെ ആണെങ്കിലും അതൊന്നും നമ്മുടെ പാട്ടിനെ അഫക്റ്റ് ചെയ്യരുത്, അതൊക്കെ സെക്കൻഡറിയാണ്. നമ്മൾ പാട്ടിനാണ് നമ്മൾ പ്രസക്തി കൊടുക്കും നമ്മുടെ കാണുന്നെങ്കിൽ, ബാക്കിയെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക, എല്ലാം മാറ്റി വയ്ക്കുക. പാട്ടാണ് മെയിൻ എന്നുള്ളത് നമ്മൾ നിശ്ചയിക്കുക, അതിനനുസരിച്ച് ഇതാക്കുക. ബാക്കിയൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കണം, ബാക്കിയെല്ലാം എനിക്ക് സെക്കൻഡറിയാണ്, എൻ്റെ പാട്ടാണ് എനിക്ക് വലുത്. അപ്പം മോളെ കുറച്ചും കൂടി ഇന്ന് പ്രിപ്പയർഡും ആവണം. ഞാൻ വേറെ കറക്ഷൻസ് ഒന്നും പറയുന്നില്ല, കാരണം ഓൾറെഡി നല്ലൊരു സിംഗറാണ്, ഒരു പ്രൊഫഷണൽ സിംഗറാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ ഇങ്ങനെ ഇത്തവണത്തെ ഷെഡ്യൂൾ ആക്ച്വലി തീർത്ഥയുടെ ഒരു യൂഷ്വൽ പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയില്ല മൊത്തത്തിൽ. വേറൊന്നുമില്ല മോളെ, എല്ലാം ശരത്തേട്ടന് ഷാനിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ റൗണ്ട് കവിത റൗണ്ട് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ വരിയും കൂടി തെറ്റിക്കുകയല്ല, മോള് മൊത്തത്തിൽ 2 സ്റ്റാൻഡ്സേയും സ്കിപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് മാർക്സ് അത് അഫക്റ്റഡ് ആവും ഷുവർലി. സോ അത് മോളുടെ ടാലൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല, ദിസ് ഡേ ഈസ് നോട്ട് ഫേവറിങ് യു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. കാര്യമില്ല, മാർക്സ് ചോദിക്കാം. ശരത് സർ. മോളെ, അപ്പോൾ മാർക്സ് വളരെ കുറവാണ്, പക്ഷെ അതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ മോള് നമുക്ക് കൈക്കൂലി തന്നിട്ടാന്ന് പറയത്തില്ലേ, അതുകൊണ്ട് അതും വന്ന് വിചാരിക്കണ്ട, ഇതൊന്നും ഇഷ്യൂ അല്ല. 7.5 മാർക്സ്. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ, കവിത വരികൾ മറക്കുക എന്ന് പറയുന്നത് നമുക്കത് അക്സെപ്റ്റബിൾ അല്ല. സോ മോളെ വിഷമിക്കേണ്ട, എന്താ പറയുക, അടുത്ത പ്രാവശ്യം ഇതൊക്കെ ഓർത്ത് ഫുൾ എനർജറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വരിക കേട്ടോ. 7.3. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക, ഓക്കെ.
തീർത്ത ടോട്ടൽ 14.8. തരില്ല. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു G-Tech എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാണ്. വിച്ച് മീൻസ് നമ്മുടെ പ്രീ ക്വാർട്ടർ കഴിഞ്ഞിരിക്കുന്നു. നമ്മളിനി ക്വാർട്ടറിലേക്ക് കയറാൻ പോവാണ്. അതിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളതൊന്നും നമുക്കറിയില്ല, ബിക്കോസ് അടുത്ത നമുക്ക് എലിമിനേഷൻ എപ്പിസോഡാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബ്ലെസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവർക്കും അതിനൊരു കൺഗ്രാറ്റുലേഷൻസ് ആദ്യം തന്നെ പറയാണ്. കാരണം നമ്മളെ 24 കണ്ടസ്റ്റൻസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്, ഇപ്പൊ 11 എത്തി നിൽക്കുകയാണ്. അപ്പൊ ആ 11 പേരിൽ ഒരാളാവാൻ നിങ്ങൾക്ക് പറ്റി. അപ്പൊ അത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ ശരത് സാർ, പ്രീ ക്വാർട്ടർ തീരാറാവുമ്പോൾ എന്ത് തോന്നുന്നു? എന്ത് തോന്നാനാ ഇതിന്റെ പാറു? എനിക്കൊക്കെ ഇപ്പൊ ഈ കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഹൃദയത്തിനകത്താണ് ഇതിനെയൊക്കെ പിടിച്ചിരുത്തിയേക്കുന്നത്. അപ്പൊ നമുക്ക് ആര് പോകുന്നു അല്ലെ എത്ര പേര് പോകുന്നു എന്നുള്ളതിനെ പറ്റി ഒന്നും ഒരു ധാരണയില്ല. അപ്പൊ ഈ എന്താണെങ്കിലും ഒരാളെ തേടിയുള്ള പോക്കാണിത്. നമ്മളിതിപ്പോ അങ്ങനെ ഓരോരുത്തരായിട്ട് പൊഴിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. എങ്കിലും എല്ലാരും പ്രിയപ്പെട്ടവരാണ്, എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ എന്താന്ന് വെച്ചാൽ ഇവരെല്ലാവരുമായിട്ടും നമ്മൾ അത്ര അടുത്തും പോയി. അത്ര എന്താണിപ്പോ ഇത് ഈ നമ്മളെ കാണുന്ന പ്രേക്ഷകർ മനസ്സിലാക്കുന്നില്ല. ഇതിപ്പോ അവര് ദൂരെ നിന്ന് പാടുന്നു. ഈ പിള്ളേർ നമ്മളിങ്ങോട്ട് വന്നാലും നമ്മുടെ തലയ്ക്കകത്താണ്. ആ വൈകാലക്ഷ്മിയൊക്കെ കയറി എന്റെ തോളിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും കടിച്ചു തൂങ്ങി ഉടുപ്പിന്റെ ബട്ടൺ പറിച്ച് ഇത്ര ലെവലിൽ നമ്മൾ അവരുമായിട്ട് അടുപ്പത്തിലാണ്. അപ്പൊ ഇത് ആര് പോയാലും നമുക്ക് വിഷമമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. കാര്യം നമ്മളിത് ആദ്യം തൊട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, മക്കളെ ഇത് കഴിയും, ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകുന്നതോറും കുറച്ചും കൂടെ കടുക്കും, നമ്മൾ ഫിനാലെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിരട്ടിക്കൊണ്ടിരിക്കുക അവരെ. അപ്പം നിങ്ങൾ എത്രത്തോളം എക്സൽ ചെയ്യുന്നോ അത് നിങ്ങൾക്ക് തന്നെയാണ് ഗുണം, അത്രേ ഉള്ളൂ. അപ്പം മക്കളുമാർ ടെൻഷൻ ഇല്ലാതെ ഈ ടെൻഷൻസ് എല്ലാം എടുത്ത് ദൂരെ കളഞ്ഞിട്ട് കൂളായിട്ട് ഇവിടെ വന്നിട്ട് അങ്ങ് പാടുക, പാടി അങ്ങ് തറക്കുക. അപ്പൊ നിങ്ങളാണ് റൂൾ ചെയ്യുന്നത്. നിങ്ങൾ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് അവിടെ രാജാവ്, ഞങ്ങളൊക്കെ ഭടന്മാരാ. കാരണം നമ്മളെ നിങ്ങളുടെ പാട്ട് കേട്ടേ പറ്റത്തുള്ളൂ. അത്രേ ഉള്ളു. അപ്പൊ എല്ലാവർക്കും എല്ലാ നന്മയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു മക്കളെ. ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ആ ലാസ്റ്റ് പെർഫോമൻസിലേക്ക് പോവാം. ഇംപ്രൂവൈസേഷൻ റൗണ്ട് പാടാൻ വരുന്നു നമ്മളെ ധ്രുവമോൾ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ. ധ്രുവമോൾ, എന്തോ ലാസ്റ്റ് പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ആണോ? നന്നായി ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റി? കൊറേയൊക്കെ നടത്തിയിട്ടുണ്ടെന്ന് തോന്നണല്ലേ? നടത്തിയിട്ടുണ്ട്. നല്ല ഡ്രസ് സൂപ്പർ ആയിട്ടുണ്ട്. ഓക്കെ, സൂപ്പർ. താങ്ക് യു. ഓക്കെ, ഹരിച്ചേട്ടാ. ധ്രുവമോളെ, എന്തോ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഇതാരാ മോളെ സെലക്ട് ചെയ്ത ഈ സോങ്? ഇത് ഞാൻ സെലക്ട് ചെയ്തത്. മോള് തന്നെ സെലക്ട് ചെയ്താണോ? എന്നാലും പറ, ആരാണ്? മോള് മാത്രം. ഞാൻ തന്നെ. ഈ പാട്ട് മതി ഇന്ന്. എന്താ അങ്ങനെ? അതെ, ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാ അത്. ഓക്കെ. ഇനിയിപ്പോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഹരിച്ചേട്ടാ. അതല്ലേ എന്റെ ഇഷ്ടമല്ലെന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ഞാൻ എന്ത് പറയാനാ? അവളെല്ലാവരും അങ്ങ് സൈലൻസ് ചെയ്ത് കളഞ്ഞു. മോളെ, ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞോ. ഇതാരൊക്കെയാ ചെയ്തത്? മ്യൂസിക് ചെയ്തത് എം ജയചന്ദ്രൻ സാറ്. വരികൾ കൈതപ്രം തിരുമേനി സാർ. പിന്നെ പാടിയത് ചിത്രാമ്മയും മധുബാലകൃഷ്ണൻ സാർ. ഓക്കെ. പിന്നെ ഒരാൾ കൂടി ഉണ്ട്, കല്യാണി മേനോൻ. വേറെ ഏതെങ്കിലും പാട്ട് പാടിയിട്ടുണ്ടോ ഈ കല്യാണി മേനോൻ? ഏതെങ്കിലും പാട്ടിന്റെ ഇൻ ബിറ്റ്വീൻ? അതല്ല, ഏതൊരു ഫേമസ് പാട്ടുണ്ട്, ആ പാട്ടിന്റെ ഒരു പോർഷൻ കല്യാണി മേനോൻ മാമാണ് പാടിയത്. ഓമനപ്പെണ്ണ കേട്ടിട്ടുണ്ടോ? ഓമനപ്പെണ്ണ കേട്ടിട്ടില്ലേ? മറ്റേ പാട്ട് നമ്മുടെ തമിഴിലുള്ള വിനയ് താണ്ടി വരുവായ കേട്ടിട്ടില്ലേ? ഓക്കെ, അതിന്റെ ഇടയ്ക്കൊരു ഇതുണ്ട്, അതൊക്കെ പാടിയത് കല്യാണി മേനോൻ കേട്ടോ. അപ്പോ എന്തായാലും ഈ കമ്പോസേഴ്സിനും അതിന്റെ സിംഗേഴ്സിനൊക്കെ നമുക്കൊരു ക്ലാപ്സ് കൊടുക്കുക. ഒരു ഉഗ്രം പാട്ടാണ്. അപ്പൊ മോളെ, ഇതില് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ ഉണ്ട്. ശരത്തേട്ടൻ തുടങ്ങുന്നതായിരുന്നു നല്ലത്. എന്നാലും ഞാൻ റെസ്റ്റ് എടുക്കട്ടെ.
ഫസ്റ്റ് ഒന്ന് പാടാ ഊഞ്ചലാടിനാൽ. ഊഞ്ചൽ ഊഞ്ചൽ ആ. ആടിനാൾ കണ്ണൂഞ്ചൽ ആടിനാൾ പൊന്നൂഞ്ചൽ ആടിനാൾ കാഞ്ചനമാலை മനമകിഴ്ந்த മനമകഴുതായി ഒഴിച്ചാൽ ബാക്കി രസം ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പാടി, നേരത്തെ പാടിയതിനേക്കാളും കേട്ടോ. നേരത്തെ പാടിയതുപോലെ അല്ല ഇപ്പൊ പാടിയ അതെ. മോള്. കാഞ്ചനമാലൈ മനമകിഴ്ந்த അല്ലെങ്കിൽ അവിടെ മോളൊരു എക്സ്ട്രാ ഒരു നോട്ട് ഇടുന്നുണ്ട്, ഒന്ന് പാടാവത്. മനമകിഴ്ந்த അതില്ല, നീ ഒരു നോട്ടും കൂടെ ഒരു കേൾക്കുന്നു. വലിയ നീ വരുന്നുണ്ട്. അത് ഈ രാഗത്തിൽ. ഇത് ഏത് രാഗം മോളെ അറിയാലോ? ഷഹാന. ഷഹാന. അപ്പൊ ഈ വലിയ നീ ഇതിലില്ല കേട്ടാ. താരേന താരേ നനരരര സനീസ പാടിക്കേ. കാഞ്ചനമാலை മനമകിഴ്ந்த നിങ്ങൾ മൈക്കി പാടിയ നമുക്കൊക്കെ കേൾക്കാൻ കേൾക്കാറുണ്ട്. പറ്റും മോളെ. അല്ലെങ്കിൽ അടുത്ത് ഞങ്ങൾ വന്നിരിക്കാം ചുറ്റും. കാഞ്ചനമാலை മനമകിഴ്ந்த മക്കള് പാടിയത് കറക്റ്റാടാ. സനി ആ അത് ചേർത്ത് പാട്. ആ അത് മോക്ക് അറിയില്ല, കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ മോള് കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് പാടി പാടിയല്ലേ. കേട്ടോ. ഇപ്പൊ ഇപ്പൊ ഉടനെ രസമായിട്ട് പാടിയില്ലേ? പാടുന്നുണ്ട്. പിന്നെ മോളെ പല സ്ഥലത്തും ഇന്ന് പാടിയപ്പം വേർഡ്സ് ക്ലിയർ ആയിരുന്നില്ല. അതായത് അതെ. ഭയങ്കര ഡ്രോപ്പ് വരുന്നുണ്ട്. ഇപ്പൊ ചെന്നാർമിഴി മുന്തേൻമൊഴി കണ്ണിന് ഇങ്ങനൊരു സാധനം. കണ്ണിനു കണ്ണാമെൻ കൺമണി. ആ ഒരു ക്ലാരിറ്റി സാധാരണ ധ്രുവ പാടുമ്പോ ആ ഒരു ത്രോ ഉണ്ട്. ഇന്ന് ഭയങ്കരമായിട്ട് അങ്ങ് ഡിപ്പായി പല ഏരിയാസ്. ഒന്ന് പാടാവോ ഫസ്റ്റ് 2 ലൈൻസ്? ചെന്താർമിഴി പൂന്തേൻ മൊഴി കണ്ണീനു കണ്ണാമെൻ കൺമണി. ഈ ഒരു ക്ലാരിറ്റി വേണം കേട്ടോ. ഇപ്പൊ രസമായിട്ട് പാടുന്നുണ്ട്. മറ്റേത് നമ്മള് ഓർക്കസ്ട്രയും കൂടി വരുമ്പോ എന്താ മോളുടെ വോയിസ് ഭയങ്കരമായിട്ട് താഴോട്ട് പോകും. അപ്പൊ അവരുടെ വായിക്കുന്നതിന്റെ കൂടെ നമ്മൾ പിടിച്ചേക്കണ്ടേ. അപ്പൊ ആ ഒരു ബോൾഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെ പാടണം കേട്ടോ. കണ്ണൂഞ്ചലാടും ഒന്ന് പാടിക്കേ. കണ്ണൂഞ്ചലാടും മോളെ ആ സംഗതി അങ്ങനല്ല. കണ്ണൂഞ്ചലാടും ആഹാ, very good, very good, very good. ഇങ്ങനെ വേണം ക്യാച്ച് ചെയ്യാൻ കേട്ടോ. ആണോ, അത് പറഞ്ഞാ പെട്ടെന്ന് പിടിക്കും അത്. അതാ. പിന്നെ പല സ്ഥലത്തും ഈ ഡ്രോപ്പ് വന്നു. പിന്നെ ഒരു രാഗം വെച്ച് നമ്മളൊരു ഇംപ്രവൈസേഷൻ തുടങ്ങിയില്ലേ, അത് തൊട്ട് ശരത്തേട്ടൻ പറയും. എല്ലാം കൂടി ഞാൻ ഇല്ല മോളെ, അത് പിന്നെ അത് മോള് കുഞ്ഞല്ലേ, അത് നമുക്ക് അത് ക്ഷമിക്കാം. പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു അപകടം മണത്ത ഒരു സംഭവം ഇതിൻ്റെ ഇടയിലുണ്ട്. അതെന്തായിരിക്കും മക്കള് തന്നെ പറ. ബുദ്ധിയുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇംപ്രവൈസേഷനിലാണോ? അതെ മക്കളെ, ആ ഒരു ജതി പോർഷനില്. ഏതാ? താളം പോയി. അതും പോയോ? അയ്യോ, അത് ഞങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു മക്കളെ. ഒരു മിനിറ്റ്, താളം പോയി അല്ലേ? One second, മൂന്ന് please. മാർക്ക് എന്താ പാടിക്കേ പാട് നല്ല പാട് കേക്കട്ടെ. പാടി ആ പാട്. ആ, അതെന്താണത്? അതെന്താണ്? അവനവൻ കുരുക്കുന്ന കുരു കഴിച്ചെടുക്കുമ്പോ അതാണ് അത്. അല്ല അത് കുഴപ്പമില്ല, ആ ഗുരുമാലൊക്കെ. പക്ഷെ ഞങ്ങൾക്ക് 3 പേർക്കും പിടിക്കാതിരുന്ന ഒരു സംഗതി അതിലുണ്ട്. അതൊന്ന് പാടാമോ? മക്കൾക്ക് തന്നെ അറിയാമല്ലത്. താം 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 തിരകിട തിരകിട താം 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 തിരകിട തകതിം താം 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 തിരകിട തിരകിട താം തക്കിട്ട താം. ഇതായിരുന്നു യഥാർത്ഥ തരികിട. Yes. മക്കളെ, അത് ഈ ഒരു പാട്ടുമായിട്ട് ചേരുവോടാ. ഒരു തോം 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 അവിടെ വരുമ്പോ ചെന്താർമിഴി അത്ര ഐശ്വര്യമായിട്ട് വരുമ്പോ ഇത് എങ്ങനെ ചേരും കൊച്ചേ? അപ്പൊ നമുക്ക് ഈ തോം 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 അങ്ങനെ അല്ലാതെ നമുക്ക് ഇത് ഒന്ന് ശ്രുതി തരാമോ രജിത്ത്? ഒരു ചാപ്പ ചാപ്പ തക്കത്തിമ്മി ചാപ്പാന്ന് പാടിക്കേ. ഷഡ്ജം പഞ്ഞവും പാടിപ്പാട്. സപ്പ സപ്പ അത് വൃത്തിയായിട്ട് ചാപ്പ ചാപ്പ തിരക്കട തിരക്കട ചാപ്പ ചാപ്പ
തിരക്കട്ടെ സാ പാട്. സപ്പ സപ്പ തിരകിട തിരകിട സപ്പ ആ ഒരു സാപ്പ മേളിൽ നിന്ന് പാടും മോളെ. സാപ്പ സാപ്പ തിരക്കട്ടെ സാപ്പ സാപ്പ തിരക്കട്ടെ സാപ്പ സാപ്പ തിരക്കട്ടെ. സപ്പ സപ്പ തിരകിട തിരകിട സപ്പ സപ്പ തിരകിട തിരകിട സപ്പ സപ്പ തിരകിട തിരകിട അത് തരികട അല്ല മോളെ. മോള് പാടിയ വേറെ എന്തോ ആണ്. അല്ലല്ല തകതിമിയാണല്ലേ. തിരകിട തകതി ഓ വാവ്, യു ആർ കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. ഗ്രേറ്റ് ബേബി, ഗ്രേറ്റ്. പക്ഷെ അത് മാത്രമേ ഉള്ളൂ മോളെ എനിക്കതൊരു സുഹിക്കാതിരുന്നത് കേട്ടോ. പക്ഷെ എല്ലാം കൂടെ ഈ പാട്ട് എന്തിനാ എടുത്ത കൊച്ചെ? ഇത് മുഴുവൻ നിറച്ചു വെച്ചേക്കല്ലേ കുട്ടൻ. ഇനി ഇതിന്റെ ഇടയ്ക്ക് എവിടെ ഇംപ്രവൈസ് ചെയ്യാനുള്ള സ്ഥലം കൊച്ചിന്? മക്കള് സ്വയം പാരയല്ലേ. ആ പോട്ടെ, എന്തെങ്കിലും നല്ലൊരു പാട്ട് മോളെ, നല്ല പാട്ട് മക്കൾ എടുത്തോണ്ട് വന്ന് പാടിയല്ലോ, ഇത്രയും ബ്യൂട്ടിഫുൾ. പക്ഷെ ഇത് നമ്മളിപ്പോഴും തോം 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 അട്ടി അട്ടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക്യൂ സർ. ഷാനിക്ക. ധ്രുവ മോളെ എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക്യൂ സർ. മോളെ ഇതില് ഈ പിന്നെ ആലാപ്പ്, സ്വരങ്ങള്, ജതി അല്ലാതെ വരികൾ എന്തെങ്കിലും മോള് ഇംപ്രവൈസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തിട്ടില്ല. ഇല്ല, ചെയ്തിട്ടില്ല. ഓ അല്ലല്ല, ചെന്താർമഴിക്ക് മുമ്പ് ശ്വാസം എടുത്തില്ലേ? അത് പറഞ്ഞു കൊടുക്ക്. അല്ല, ചെന്താർമഴി എന്ന് പാടുന്നതിന് മുമ്പ് മക്കള് ശ്വാസം എടുത്തില്ലേ? അതാണ് ഇംപ്രൈസേഷൻ. എന്തെങ്കിലും വേണ്ട. അതാണ് ഇംപ്രവൈസേഷൻ. അയ്യോ സോറി മക്കളെ, സോറി, എന്നോട് ക്ഷമിക്കണം നീ കേട്ടോ. അതാണോ മനുഷ്യ ഇംപ്രവൈസേഷൻ? അതാണ് അവള് ചോദിച്ചത്. മനുഷ്യ എന്നുള്ളത് അവള് കട്ട് ചെയ്തേ ഉള്ളൂ. മനുഷ്യ എന്നുള്ളത് അവള് മനസ്സിൽ പറഞ്ഞു. ഇതാണോ ഇംപ്രവൈസേഷൻ? ധ്രുവ എന്താ മോളെ, ഇതന്നെ നമ്മൾ എല്ലാ കണ്ടസ്റ്റൻസിനോടും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചെയ്യുന്നത് ഇൻസേർഷൻസ് ആണ്, നിങ്ങൾ ചെയ്യുന്നത് ഇംപ്രവൈസേഷൻ അല്ല. ഇംപ്രവൈസേഷൻ ചെയ്യുന്നത് വരികൾക്കാണ്. ഓൾറെഡി ഉള്ള വരികൾ നമ്മൾ എങ്ങനെ കൂടുതൽ ബ്യൂട്ടിഫൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ അത് നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു, ഇനി നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പിന്നെ മോളെ, മൈക്ക് പ്ലേസ്മെന്റ് ഭയങ്കര വില്ലനാണ് കേട്ടോ മോളെ. കുറേ ഭാഗങ്ങളൊക്കെ ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്ന ഒന്നും കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ, അതെന്തുകൊണ്ടാ? എന്റെ മുമ്പിൽ ഈ സൂന ഉള്ളതുകൊണ്ടാ. അപ്പം മോള് പാടുമ്പോഴും പല സമയങ്ങളിലും ഫീബിളായി പോകുന്നുണ്ട്, പിന്നെ ലെവല് വരുന്നു, പിന്നെ ലെവല് പോകുന്നു, പിന്നെ ലെവല് വരുന്നു. അപ്പം മൈക്ക് പ്ലേസ്മെന്റ് മോള് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ മോളെ, പ്രത്യേകിച്ച് ഇതുപോലത്തെ പാട്ടിൽ. പിന്നെ ഈ സോങ് എന്ന് പറയുന്നത് ഓൾറെഡി ഇംപ്രവൈസ് ചെയ്ത ഒരു സോങ് പോലത്തെ ഒരു സോങ് ആണ്. അപ്പോൾ നമ്മൾ 3 പേരും ആക്ച്വലി ഈ പാട്ടിന്റെ പേരും അതിന്റെ നേരെ താഴെ ഇംപ്രവൈസേഷൻ റൗണ്ട് എന്നും കൂടെ കണ്ടപ്പോൾ ഈ പാട്ട് എവിടെ ഇംപ്രവൈസ് ചെയ്യാൻ എന്ന് നമ്മൾ ആലോചിച്ചു. പിന്നെ കുറച്ച് താഴോട്ട് നോക്കിയപ്പോൾ സ്വരങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി, ഓക്കെ, ഇതാണ് ഇംപ്രവൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അതല്ല ഇംപ്രവൈസേഷൻ കേട്ടോ. അത് പിന്നെ എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ്, നമ്മളിപ്പോൾ ഒരു സിംഗറോട് ഒരു വരി വരി റെക്കോർഡ് ചെയ്തു, അതൊന്ന് ഇംപ്രവൈസ് ചെയ്ത് പാടാൻ പറയുമ്പോൾ അതിൻ്റെ മേലെ സ്വരങ്ങൾ ഇട്ടിട്ട് ഇതേ സെയിം ലൈൻ പാടുന്നതല്ല ഇംപ്രവൈസേഷൻ. ഇംപ്രവൈസേഷൻ ഇസ് എൻറ്റയർലി ഡിഫറെന്റ് കേട്ടോ. അത് മോള് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കുക. എല്ലാവർക്കും ഉണ്ടായ ഒരു കോമൺ മിസ്റ്റേക്ക് ആണ്. പിന്നെ ചരണം തുടങ്ങുന്നതിന് മുന്നേ കുറെ സ്വരങ്ങൾ കയറ്റി ഇംപ്രവൈസ് ചെയ്തു എന്ന് പറയുന്നത്, ദാറ്റ് ഇസ് നോട്ട് ഇംപ്രവൈസേഷൻ കേട്ടോ. ഇത് മോളോട് മാത്രമല്ല എല്ലാവരോടും പറയുന്ന കാര്യമാണ്. ഇത് മോളും കൂടെ അറിഞ്ഞിരിക്കുക മാത്രം. പിന്നെ മറ്റേ ആ ഒരു ഐറ്റം ഇവർ രണ്ടുപേരും പറഞ്ഞു, അത് ആക്ച്വലി ഇതിന്റെ ഈ പാട്ടിന്റെ ഫ്രെയിം വർക്കിൽ നിൽക്കുന്ന ഒരു ഐറ്റം അല്ല മോളെ. അത് ഫ്രെയിമിൽ നിന്ന് പുറത്തേക്ക് ഗ്ലാസും പൊട്ടിച്ച് ചാടുന്ന ഒരു കാട്ടുകുതിരയാണത്. നമ്മൾ ചില സമയത്തൊക്കെ നമ്മൾ ഈ കോമഡി സീൻസിലൊക്കെ നമ്മളിങ്ങനെ ഈ ഒരു സാധനം ടിങ് 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 അങ്ങനത്തെ ഒരു വിയേർഡായിട്ടുള്ളൊരു സംഭവം. അത് ഇത് ഈ പാട്ടിന്റെ ഫ്രെയിം വർക്കിൽ ഇടാത്ത ഒരു സംഭവം ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ക്ലുങ് ക്ലുങ്, മറ്റേ പിസിക്കാറ്റോല് ക്ലുങ് എന്തെങ്കിലും കോമഡി സീൻ ഉണ്ട്, ക്ലുങ് 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 ക്ലുങ്, അതെല്ലാം നേരെ തിരിച്ച് ക്ലുങ് 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 ക്ലുങ്. അതത്രേ ഉള്ളൂ കേട്ടോ. മൈക്ക് പ്ലേസ്മെന്റ് ശരിക്കും ഞാൻ കുറേ സ്ഥലത്തൊക്കെ കാൺട്ട് ഹിയർ എന്നാണ് എഴുതി വെച്ചേക്കണേ കേട്ടോ. അത്രേ ഉള്ളൂ മോളെ. അഗൈൻ ഞാൻ പറയുന്നു, യു ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ വോയിസ് കേട്ടോ മോളെ. താങ്ക് യു സർ.
അല്ല ഇപ്പൊ ഈ ഇംപ്രവൈസേഷൻ റൗണ്ട് വന്നതുകൊണ്ട് മിസ്റ്റേക്സ് ഒക്കെ എന്തൊക്കെയാന്ന് മനസ്സിലായില്ല. എങ്ങനെ ഇംപ്രവൈസ് ചെയ്യാം ഒരു പാട്ട്, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും ഇങ്ങനത്തെ റൗണ്ട്സ് മനസ്സിലായില്ലേ? വരണം. അതെ ഇപ്പം എല്ലാ റിയാലിറ്റി ഷോസിലും ഒരു പാട്ടുണ്ട്, അത് അതുപോലെ പാടി വെക്കുന്നു, മാർക്ക് എടുക്കുന്നു, പോകുന്നു. ചിലവർ എലിമിനേറ്റ് ആവുന്നു, ചിലവർ ഇന്നാവുന്നു. നമ്മളിവിടെ ഒരു ടാസ്ക് ആണ് കൊടുക്കുന്നത്. അതെ ചെറിയ ടാസ്ക് അല്ലാന്നറിയാം നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ പ്രായത്തിനേക്കാളും കവിഞ്ഞ ഒരു ടാസ്ക് തന്നെയാണ് കുഞ്ഞുങ്ങളാ തരുന്നത്. നിങ്ങൾ കുഞ്ഞുങ്ങളാണ്. പക്ഷെ ഇത് ഇങ്ങനത്തെ ടാസ്കുകളൊക്കെയാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതെ റിയലി വെൻ യു ആർ ഗെറ്റിംഗ് ഇൻ ടു പ്ലേ ബാക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളൊരു സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇംപ്രവൈസ് ചെയ്യാനൊക്കെ ഭാവിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇങ്ങനത്തെ റൗണ്ട്സ് ആയിരിക്കും. അല്ലാതെ നമ്മളൊരു സിംഗർ പാടി വെച്ച് അതുപോലെ പാടി മാർക്ക് ഫുൾ മാർക്കും ഗോൾഡൻ മൈക്കും കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിലൊന്നും അത് വലിയ പ്രസക്തിയൊന്നും ഇല്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻജോയ് ചെയ്യുന്ന ഇങ്ങനത്തെ റൗണ്ട്സ് ആണ്. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഷുവർലി കേട്ടോ. ഓക്കെ ഹരിച്ചേട്ടാ. അപ്പം മോളെ മോള് നന്നായിട്ട് പാടി. മോളുടെ പാട്ടിൻ്റെ പ്രശ്നമല്ലായിരുന്നു, ഈ പറഞ്ഞ പോലെ പഠിച്ചതിൻ്റെയും അത് കുറച്ചുകൂടി പ്ലാൻഡ് ആക്കായിരുന്നു. മേ ബി ഈ സോങ്ങിന് വേറൊരു സോങ് ആക്കായിരുന്നു. ഈ ഒരു റൗണ്ടിൽ പറ്റിയൊരു സോങ് ആവണം എന്നില്ല. ഇത് നല്ല ബ്യൂട്ടിഫുൾ സോങ് ആണ്, എന്നാൽ പോലും ഇതിൽ ഒരുപാട് ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്യൂട്ടി പോവും. അപ്പം ഇംപ്രവൈസേഷൻ റൗണ്ട് ആയതുകൊണ്ട് അതിനാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എന്തൊക്കെ ഇംപ്രവൈസ് ചെയ്തു, ഹൗ വാസ് ഇറ്റ്, എങ്ങനെ അത് ഒത്തുപോയി പാട്ടുമായിട്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പം കുറച്ച് മാർക്ക് കുറയ്ക്കുകയാണ്. ഐ എം ഗിവിങ് യു 8.1. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ശരത് സർ. മക്കളെ എന്തോ 8.3. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക. ഓക്കെ സോ ടോട്ടൽ 16.4. ഓക്കെ റൈറ്റ്. അങ്ങനെ ഈ ഷെഡ്യൂളിലെ ലാസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്, പ്രീ ക്വാർട്ടർ കഴിഞ്ഞിരിക്കുകയാണ്, എപ്പിസോഡും കഴിഞ്ഞിരിക്കുകയാണ്. എന്നാ പിന്നെ ബൈ. അടുത്ത എപ്പിസോഡ് എലിമിനേഷൻ ആണ്. ഓൾ ദ ബെസ്റ്റ് എന്ന് പറയായിരിക്കും അല്ലേ? കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ് മക്കളെ. അപ്പൊ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ Bye. ബൈ. ബൈ.